കാലടി സംസ്കൃത സർവകലാശാലയിൽ സ്ഥാപിച്ച നരേന്ദ്രമോദിയുടെ ഫ്ലക്സിനെ ചൊല്ലി വിവാദം ഉയർന്നു. ഗുജറാത്ത് കലാപവും ബാബറി മസ്ജിദ് വിഷയവും പ്രതീകാത്മകമായി ചിത്രീകരിച്ചാണ് ഫ്ലക്സ് തയ്യാറാക്കിയത്. വിവാദമായതിന് പിന്നാലെ കലാപ ആഹ്വാനത്തിന് പോലീസ് കേസെടുത്തു. ഫ്ലക്സ് സ്ഥാപിച്ചതിനെതിരെ സർവകലാശാലയിലേക്ക് BJP നടത്തിയ മാർച്ചിൽ വിദ്യാർത്ഥികളുമായി ചിലർ വാക്കേറ്റമുണ്ടായി. അതിലേക്ക് ആദ്യമൊന്ന് പോകാം. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോഴ് ഒരു സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ടോ? വിദ്യാർത്ഥികൾ സംഘടിതമായി ചേരിതിരിഞ്ഞ് വരുന്നുണ്ടായിരുന്നല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? നരേന്ദ്രമോദിയുടെ 4 കൈകളുള്ള ഒരു ചിത്രമാണ് ഇന്ന് കാലടി സംസ്കൃത സർവകലാശാലയ്ക്ക് മുന്നിൽ സ്ഥാപിച്ചിരുന്നത്. ആ കൈകളിൽ ഉള്ളത് ഒന്നിൽ ഒരു തൃശൂലത്തിൽ ഒരു ഭ്രൂണം കുത്തിനിർത്തുന്ന ഒരു കയ്യിലുള്ള ഒരു ചിത്രമുണ്ട്. ഒപ്പം മറ്റൊരു കയ്യിൽ ബാബറി മസ്ജിദിന്റെ ചിത്രവും, മറ്റൊരു കയ്യിൽ താമരയും, മറ്റൊരു കയ്യിൽ ഒരു കയറുമാണുള്ളത്. ഇതാണ് വിവാദമായത്. തുടർന്ന് BJP പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ഈ ഫ്ലെക്സ് ബോർഡ് എടുത്ത് മാറ്റണമെന്ന ആവശ്യമായാണ് എത്തിയത്. പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് ക്യാമ്പസിനകത്തുള്ള വിദ്യാർത്ഥികളും BJP പ്രവർത്തകരും തമ്മിലൊരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ ഗേറ്റ് തകർത്ത് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം BJP പ്രവർത്തകർ നടത്തിയതോടെ വിദ്യാർത്ഥികളും പുറത്തേക്കിറങ്ങി ഒരു കയ്യേറ്റത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് പിന്നീട് കാലടി നഗരത്തിൽ SFI ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. എന്തായാലും ഈ സംഭവങ്ങളെല്ലാം ഒരു കേസിലാണ് അവസാനിച്ചിരിക്കുന്നത്. ആകെ 3 FIRകളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ ഇട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കലാപാഹ്വാനത്തിനാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ചിത്രം അവഹേളിച്ചുകൊണ്ടൊരു ഫ്ലെക്സ് ബോർഡ് വെക്കുകയും അതിലൂടെ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആദ്യത്തെ കേസ്. അതിൽ പ്രതികൾ അൺനോൺ ആണ്. അതായത് ആരാണ് ഫ്ലെക്സ് സ്ഥാപിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. SFI ആണ് ഫ്ലെക്സ് സ്ഥാപിച്ചത് എന്നുള്ളതാണ് BJPയുടെ ആരോപണം. എന്നാൽ SFIക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് SFIയുടെ നേതൃത്വം പറയുന്നത്. നാളെ മുതൽ സംസ്കൃത സർവകലാശാലയുടെ യൂണിയൻ കലോത്സവം ആരംഭിക്കാനിരിക്കെയാണ് കവാടത്തിന് മുന്നിൽ ഇങ്ങനെയൊരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. BJP പ്രവർത്തകർക്കെതിരെ ഒപ്പം SFI പ്രവർത്തകർക്കെതിരെയും അനുമതിയില്ലാതെ പ്രകടനം നടത്തി എന്നുള്ള വകുപ്പ് ചേർത്തും FIR ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് 3 കേസുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായൊരു പ്രതികരണം SFIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. സംഘർഷങ്ങൾ ഉണ്ടായെങ്കിലും ഇതുവരെയും ഫ്ലെക്സ് ബോർഡ് ക്യാമ്പസിന് മുന്നിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുമില്ല. ഇപ്പോഴും പോലീസിന്റെ ഒരു സുരക്ഷ ക്യാമ്പസിന് മുന്നിൽ തുടരുകയാണ്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.